ഇനി നമുക്ക് സക്സഷൻ്റെ വേറൊരു ആംഗിളിലേക്ക് നോക്കാം. എന്താണ് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരും അത് റിസീവ് ചെയ്യുന്ന ആൾക്കാരും? അത് റിട്ടയർ ചെയ്ത് റോൾ ചേഞ്ച് ചെയ്ത് വന്ന് നമ്മൾ ബിസിനസ് വിട്ടുകൊടുക്കുന്നു, പുതിയൊരാൾ ഏറ്റെടുക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു റിഫ്ലക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റും സക്സഷനും ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. റിട്ടയർ ചെയ്താൽ മാത്രമേ ഇത് സക്സസർക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് വേണ്ടാത്ത രീതിയിൽ കൊടുക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണല്ലോ. അപ്പോൾ ഈ റിട്ടയർമെൻറ്റിൻ്റെ മറ്റേ സൈഡാണ് സക്സഷൻ. ഇനി ഇവരെന്താണ് തിങ്ക് ചെയ്യുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 78 വയസ്സുള്ള ഒരാൾ ഒരു 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ഉടനെ റിട്ടയർ ചെയ്യുമെന്ന്. പക്ഷേ ഇതുവരെ റിട്ടയർ ചെയ്തിട്ടില്ല. ഇപ്പം ഈ റിട്ടയർ ചെയ്യുമെന്ന് കേട്ടോണ്ട് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മക്കൾ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് 10 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്യും, അവർ പ്രിപ്പയർ ചെയ്യും. ഓരോ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മക്കളൊക്കെ കല്യാണം കഴിച്ചു, സ്പൗസുകളായി, പല ഫാമിലീസും ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിലേക്കല്ല, സ്പൗസിൻ്റെ ഇവരെല്ലാം വന്നു. ആകെപ്പാടെ പല ആൾക്കാർ ഇതിൻ്റെ അത് ഡിസിഷൻ എടുക്കാനും അഭിപ്രായം പറയാനും വന്നു തുടങ്ങി. ഈ ഒരു രീതിയിൽ എങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും? അപ്പോൾ ന്യൂ ജനറേഷൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത് വേണ്ട സമയത്ത് റിട്ടയർ ചെയ്യേണ്ട ആൾ റിട്ടയർ ചെയ്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് ഹാൻഡ് ഓവർ ചെയ്യാണ്ടിരിക്കാൻ പല കാരണങ്ങൾ പുള്ളിയുടെ മനസ്സിൽ കാണും. പക്ഷേ ആ കാരണങ്ങളൊന്നും പുതിയ ജനറേഷൻ അക്സെപ്റ്റബിൾ അല്ല, അവരൊരു വാല്യൂം അതിന് കൊടുക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു കാരണം, ഞാനത് കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വലുതാക്കി വന്നു എന്നുള്ളൊരു മോഡലാണ്. അതും ഇപ്പോഴത്തെ ജനറേഷൻ അക്സെപ്റ്റബിൾ ആയിരിക്കണമെന്നില്ല. പിന്നെ ന്യൂ ജനറേഷൻ വേറൊരു ആംഗിൾ തിങ്ക് ചെയ്യുന്നത്, ഈ ഫാമിലി എന്നെ പിടിച്ചിട്ടതുകൊണ്ടാണ്, എൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടാക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിയെ കിട്ടി സക്സസ്ഫുള്ളായിട്ട് ഓൺട്രപ്രണറായിട്ട് പോയിക്കൊണ്ടേനെ. ഇപ്പോൾ അവിടെയില്ല ഇവിടെയില്ല എന്നായി. ഇതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിലേ ചെയ്യിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ 10 വർഷം കൊണ്ട് ആ ഫാമിലിയുടെ ആ ബിസിനസ്സിൻ്റെ അതിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെട്ടു. കാരണം ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒത്തിരി ഡെവലപ്പ് ചെയ്തു. ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റേണലി എംപ്ലോയീസിനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, കസ്റ്റമേഴ്സിനെ ഇതെല്ലാം പയ്യെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരത് വിട്ടുകൊടുക്കുന്നില്ല എന്നും വിട്ടുകൊടുക്കേണ്ട ആൾക്കാർ അവന് എലിജിബിൾ അല്ല എന്നും പറഞ്ഞിങ്ങനെ സമയങ്ങൾ വിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻസഫിഷ്യൻ്റ് എക്സ്പോഷർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ഞാൻ ആദ്യം പറഞ്ഞു ലാക്ക് ഓഫ് സീരിയസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ എന്തായാലും ഈ ഒരു സയൻറ്റിഫിക് വശങ്ങളിലൂടെ കണ്ടുപിടിച്ച് ഈ ഒരു തിങ്കിങ് മാറ്റി അത് തീരുമാനം എടുക്കുന്നതിന് ഒരേ ദിവസം വൈകുന്തോറും നമുക്ക് ഓരോരോ ചലഞ്ചസ് പുതുതായിട്ട് കയറി വരും എന്ന് വിചാരിച്ച് ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ കാണാണ്ട്, ആ റിട്ടയർമെൻറ്റ് എന്നുള്ള വാക്കേ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അത് റോൾ ചേഞ്ചാണ്, വേറൊരു റോളിൽ ഇരുന്ന് ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇഷ്ടംപോലെ സക്സസ്ഫുൾ ഫാമിലീസ് ആക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്പീച്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സക്സഷൻ പ്ലാനിങ് റൈറ്റ് ടൈമിൽ തന്നെ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാകൂ. കാരണം ഇത് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അടുത്ത ജനറേഷനിലെ തിങ്കിങ് നമ്മൾ ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കാണ്ടിരിക്കുക, ആക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു നട്ട്ഷെൽ.